പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് ആധുനിക കവിത്രയത്തിൽ ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കുന്ന മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കാവ്യ സംഭാവനകളെക്കുറിച്ച് പഠിക്കാം. പ്രസാദാത്മകമായ സർഗവൈഭവം കൊണ്ട് ആധുനിക കേരളത്തിൻ്റെ സാംസ്കാരിക നായകത്വം കൈവരിച്ച ഉജ്ജ്വല പ്രഭാവനായിരുന്നു മഹാകവി വള്ളത്തോൾ. 1879 ഒക്ടോബർ 16 തിരൂർ താലൂക്കിൽപ്പെട്ട ആലത്തിയൂരിൽ വള്ളത്തോൾ തറവാട്ടിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. കവിത്രയത്തിൽ പ്രായം കൊണ്ട് ഇളയവനായിരുന്നു അദ്ദേഹം. അതേസമയം മറ്റ് രണ്ടുപേരെ അപേക്ഷിച്ച് കൂടുതൽ കാലം കാവ്യ സബര്യ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തികച്ചും യാഥാസ്ഥിതികമായ പാരമ്പര്യത്തിലായിരുന്നു വള്ളത്തോളും ജനിച്ചു വളർന്നത്. കവി എന്ന നിലയിൽ സാർവത്രികമായ അംഗീകാരം നേടിയ ശേഷമാണ് ഇംഗ്ലീഷ് സാഹിത്യവുമായി വിദൂര ബന്ധമെങ്കിലും അദ്ദേഹത്തിനുണ്ടായത്. അതുതന്നെ നാലപ്പാടിൽ നിന്ന് കിട്ടിയ അറിവ് മാത്രം. അപ്പോൾ പുരാണ ഇതിഹാസങ്ങളിൽ സ്ഫുരിച്ച കാവ്യ സംസ്കാരമാണ് വള്ളത്തോൾ പ്രതിഭയ്ക്ക് ഊർജം നൽകിയത്. ബഹിർമുഖനായ കവി പരന്ന വായനയിലൂടെ, സാമൂഹിക ബന്ധങ്ങളിലൂടെ വിശാലമായ ജീവിത അന്തരീക്ഷം സൃഷ്ടിച്ചു. വികസ്വരമായി കൊണ്ടിരുന്ന വള്ളത്തോളിൻ്റെ കാവ്യ മനസ്സ് പ്രാചീന ഭാരതീയ സാഹിത്യത്തിൻ്റെ ഈടുവയ്പിലേക്ക് മാത്രമല്ല ചെന്നെത്തിയത്. ടാഗോർ, പ്രേംചന്ദ്, സുബ്രഹ്മണ്യ ഭാരതി തുടങ്ങിയ ദേശീയവാദികളായ സാഹിത്യകാരന്മാരുടെ ജീവിതവുമായി വള്ളത്തോൾ നിരന്തരം ബന്ധപ്പെട്ടു. സുഹൃത്ത് ബന്ധങ്ങളിലൂടെ പതുക്കെ പതുക്കെ തന്നിൽ ഊറിക്കൂടിയ വിശ്വസാഹിത്യ ബോധം തൻ്റെ കാവ്യചിന്താ പദ്ധതിയുമായി സമന്വയിപ്പിക്കാൻ വള്ളത്തോളിന് സാധിച്ചു. 1919 ശേഷമാണല്ലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ശക്തമായത്. ഗാന്ധിജിയിൽ നിന്ന് ദേശീയ ബോധത്തിൻ്റെ അർത്ഥവും പ്രാധാന്യവും മനസ്സിലാക്കിയ വള്ളത്തോൾ ക്രമേണ ദേശീയ സമരത്തിൻ്റെ പ്രവാഹത്തിൽ ലയിച്ചു ചേർന്നു. ഐത്തോച്ചാടന പ്രവർത്തനത്തിൽ മറ്റാരെയുംകാൾ മുൻപന്തിയിലായിരുന്നു വള്ളത്തോൾ. ഉണർന്നും വളർന്നും വരുന്ന സാമൂഹിക ചേതന തന്നിലേക്ക് സംക്രമിപ്പിക്കാനും അതിൽ നിന്ന് ആവേശം നേടി നല്ലൊരു നാളേക്ക് വേണ്ടി പടപൊരുതാൻ ജനങ്ങളെ സന്നദ്ധരാക്കാനും വള്ളത്തോൾ മുൻപോട്ട് വന്നു. അതിവിപുലമായ കാവ്യലോകമാണ് വള്ളത്തോളിൻ്റേത്. മഹാകാവ്യം, ഖണ്ഡകാവ്യങ്ങൾ, ശൃംഗാര കവിതകൾ, ലഘുകാവ്യങ്ങൾ, ആട്ടക്കഥ, വിവർത്തനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചിത്രയോഗമാണ് അദ്ദേഹത്തിൻ്റെ മഹാകാവ്യം. ഋതുവിലാസം, തപതി സംവരണം, ഒരു കത്ത്, ഗണപതി, സ്ത്രീ, ശരണമയ്യപ്പ എന്നിവ ലഘുകാവ്യങ്ങൾ. ബധിരവിലാപം, ശിഷ്യനും മകനും, മഗ്ദലന മറിയം, കൊച്ചു സീത, അച്ഛനും മകളും, ബാപ്പുജി, ബന്ധനസ്ഥനായ അനിരുദ്ധൻ തുടങ്ങിയവ പ്രധാന ഖണ്ഡകാവ്യങ്ങൾ. വിലാസലതികയും ഗ്രാമസൗഭാഗ്യവും ശൃംഗാര കവിതകൾ. വീരശൃംഖല, ദിവാസ്വപ്നം, വിഷുക്കണി, ഇന്ത്യയുടെ കരച്ചിൽ, അഭിവാദ്യം, റഷ്യയിൽ എന്നിവ കവിതാ സമാഹാരങ്ങളാണ്. ആകെ 80-ലേറെ കൃതികൾ. കൂടാതെ വള്ളത്തോളിൻ്റെ സർഗാത്മകമായ തനിമ അതിൻ്റെ സമസ്ത ഭാവസൗകുമാര്യങ്ങളോടും കൂടി വികസിച്ചു നിൽക്കുന്ന 156ഓളം ഭാവാത്മക കവിതകൾ ഉൾക്കൊള്ളുന്ന സാഹിത്യ മഞ്ചരികൾ. അദ്ദേഹത്തിൻ്റെ കാവ്യലോകം വിശാലമാണ്. പുരാണ ഇതിഹാസങ്ങൾ ഉദ്ഗാനം ചെയ്ത് പദം വരുത്തിയ വള്ളത്തോളിൻ്റെ കാവ്യമനസ്സ് സാങ്കേതികമായി പറഞ്ഞാൽ ക്ലാസിക് പ്രവണതകളിൽ ഒതുങ്ങി നിന്നില്ല. കാൽപ്പനിക പ്രസ്ഥാനത്തിലെ അതിശക്തനായ കവിയായിരുന്നു വള്ളത്തോൾ. അവിടവും കടന്ന് വള്ളത്തോൾ കവിത റിയലിസത്തിൽ എത്തി നിൽക്കുന്നതായി കാണാം. പരിവർത്തനത്തിൻ്റെ ചലനങ്ങളുമായി ഇണങ്ങിച്ചേരാനുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണപരമായ ഉൾക്കരുത്താണ് ഇതിന് കാരണം. ഭാരതീയ ആദർശങ്ങൾ തൻ്റെ കാവ്യജീവിതത്തിൻ്റെ അന്തർധാരയാക്കുന്നതിൽ തികഞ്ഞ അഭിമാനമായിരുന്നു വള്ളത്തോളിൻ്റേത്. പിൽക്കാലത്ത് ദേശീയ ജീവിതത്തിലേക്ക് കർമ്മോത്സുകതയോടെ കടന്നു ചെല്ലാൻ വള്ളത്തോളിനെ പ്രേരിപ്പിച്ച അടിസ്ഥാന ഘടകവും ഇതാകുന്നു.
വള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യങ്ങൾ നവ്യ അനുഭൂതിയാണ് സഹൃദയരിൽ ഉളവാക്കിയത്. സങ്കീർണ സ്വഭാവമുള്ള കഥകൾ അദ്ദേഹം പലപ്പോഴും മാറ്റി നിർത്തി. ഋജു സ്വഭാവമുള്ള വികാരഭദ്രമായ കഥകൾ തികച്ചും മാനുഷികമായ പശ്ചാത്തലത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അവയിലൂടെ നാം കണ്ടെത്തിയത് എന്നും പ്രസക്തമായ ജീവിത സങ്കല്പങ്ങളാണ്. പൂർവസൂരികൾ പറഞ്ഞു വെച്ച മൂല്യങ്ങൾ താൻ ജീവിച്ച കാലത്തിൻ്റെ സാമൂഹിക ജീവിതവുമായി തന്മയീഭവിപ്പിച്ച് പുതിയ അവബോധം വളർത്തിയെടുക്കാനാണ് വള്ളത്തോൾ ശ്രദ്ധിച്ചത്. വീരം, ശൃംഗാരം, വാത്സല്യം തുടങ്ങിയ രസങ്ങൾ ഭാവഭംഗിയോടെ ആവിഷ്കരിക്കാൻ പ്രത്യേക കരവിരുതായിരുന്നു വള്ളത്തോളിനുണ്ടായിരുന്നത്. ഭാവാത്മക കവിതകളുടെ ചാരുതയും വികാരത്തുടിപ്പും സമഞ്ജസമായി മേളിച്ചു നിൽക്കുന്നു സാഹിത്യമഞ്ജരിയിലെ ഓരോ കവിതയിലും. മലയാള കവിതയുടെ പൂപ്പന്തലായി ഈ കവിതകളെ വിശേഷിപ്പിക്കാം. കവിതകളുടെ ഭാവസ്ഫുരതയും ആർജവവും പ്രത്യേകം ശ്രദ്ധാർഹം. ഒരു വർഗത്തിൻ്റെ മാത്രം കവിയായി വള്ളത്തോൾ ഒരിക്കലും നിലകൊണ്ടിട്ടില്ല. എല്ലാ വിഭാഗങ്ങളിലും പെട്ട മനുഷ്യരുടെയും ആശയും നിരാശയും വേദനയും അന്തർഭാവവും അദ്ദേഹം മനസ്സിലാക്കി. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന കവിതയിലൂടെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഉത്തമ ചിത്രമാണ് വള്ളത്തോൾ വരച്ചു കാണിക്കുന്നത്. ദേശീയത വള്ളത്തോൾ കവിതകളുടെ ആത്മചൈതന്യമാണ്. തികഞ്ഞ ദേശീയവാദിയുടെ പ്രബുദ്ധത അദ്ദേഹത്തിൻ്റെ ദേശീയ കവിതകളിൽ തുടിച്ചു നിൽക്കുന്നു. സ്വന്തം ജീവരക്തത്തിൻ്റെ വീര്യം ഉൾക്കൊണ്ട ആ കവിതകൾ ജനങ്ങളെ പ്രബുദ്ധരും കർമ്മനിരതരുമാക്കി. എൻ്റെ ഗുരുനാഥൻ എന്ന വള്ളത്തോൾ കവിതയിൽ ഗാന്ധിജിയെ ഇന്ത്യൻ ദേശീയത്വത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഗീതയ്ക്ക് മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ, ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കെത്ര മംഗളം കായ്ക്കും കൽപ്പപാതപമുണ്ടായി വരൂ എന്നീ വരികളിൽ ഭാവി ഭാഗധേയം ആ മഹാനിൽ അർപ്പിക്കുകയാണ് കവി. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരമുയരട്ടെ ഭാരതഷ്മാദേവിയുടെ തൃപ്പതാകകൾ എന്നിങ്ങനെ ദേശീയ പതാകയുടെ മഹത്വം ഉദ്ഗാനം ചെയ്യുന്ന കവി ജനതയെ ഒന്നാകെ സ്വാതന്ത്ര്യ സമര ഭൂമിയിലേക്ക് ആനയിക്കുകയാണ്. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. ഈ വരികളിൽ ജ്വലിച്ചു നിൽക്കുന്ന ദേശസ്നേഹം കാലത്തെ അതിജീവിക്കുന്നു. ധനാഢ്യർ ധർമ്മവഴിക്ക് കാണിക്ക വയ്ക്കുന്ന മുത്തിനേക്കാൾ ഈശ്വരനിഷ്ടം കൂലിപ്പണിക്കാരുടെ വിയർപ്പ് തുള്ളികളാണെന്ന് ഉദ്ഘോഷിച്ച കവി സാധാരണ ജനങ്ങളുടെ ജീവിതം കാണുകയുണ്ടായി. ആശയ തികവ് കൊണ്ടും ചാരുത കൊണ്ടും പ്രസാദാത്മകമാണ് വള്ളത്തോൾ കവിത. വള്ളത്തോളിൻ്റെ കരസ്പർശമേറ്റാൽ നിർജീവമായ വാക്കുകൾ പോലും ഉണർന്നെഴുന്നേൽക്കും. നവോത്ഥാന ദശയിൽ മലയാള കവിതയെ മണ്ണിനോടും മനുഷ്യനോടും ബന്ധിപ്പിച്ചു നിർത്തുന്നതിൽ ആശാനെ പോലെ സർഗാത്മക നേതൃത്വം കൊടുത്ത കവിയായിരുന്നു വള്ളത്തോളും. സാമൂഹികമായ നവീകരണത്വരയും ദേശീയ സ്വാതന്ത്ര്യദാഹവും കൂടി കലർന്നുണ്ടായ ഒരു രാസപ്രക്രിയയുടെ പരിണത ഫലമായിരുന്നു വള്ളത്തോൾ കവിതയിൽ എന്നും കാണുന്ന പുരോഗമന വീക്ഷണം. ജാതിക്കെതിരായുള്ള സമത്വ അഭിവാഞ്ച തുളുമ്പി നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പല കവിതകളും. ശുദ്ധരിൽ ശുദ്ധൻ, മാപ്പ്, തിരൂർ പൊന്നാനിപ്പുഴ തുടങ്ങിയ കവിതകൾ ഇതിനുദാഹരണമാണ്. കവിയായി മാത്രമല്ല പ്രാചീന കേരളീയ കലകളുടെ പ്രോത്സാഹകനും സമുദ്ധാരകനും പ്രചാരകനും കൂടിയായി പുറംലോകങ്ങളിൽ വള്ളത്തോൾ ആരാധ്യനായി തീർന്നു. കഥകളി, തുള്ളൽ, മോഹിനിയാട്ടം തുടങ്ങിയ തനി കേരളീയ കലകൾ പുനരുദ്ധരിക്കുന്നതിൽ വള്ളത്തോളിനുണ്ടായിരുന്ന നേതൃത്വവും അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ അശ്രാന്തമായ പരിശ്രമവും കലാലോകം എന്നും കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. കലാകോപിതനായ വള്ളത്തോളിൻ്റെ നിത്യസ്മാരകമാണ് കേരള കലാമണ്ഡലം. കലയുടെ നിത്യകാമുകനായ അദ്ദേഹം കലാപൂർണമായ ജീവിതത്തിൻ്റെ അവകാശിയായി തീർന്നു. ഇന്ദ്രിയ ഗോചരമായ പ്രകൃതി സൗന്ദര്യത്തെ
ആകണ്ഠം ആസ്വദിക്കാൻ കൊതിക്കുന്ന കവിയായിരുന്നു വള്ളത്തോൾ എന്നും. ഋതുവിലാസങ്ങളിൽ ആദ്യകാലം തൊട്ടേ മതിമയങ്ങിയ വള്ളത്തോൾ ആദ്യന്തം കഴിഞ്ഞത് ഒരു പ്രകൃതി സൗന്ദര്യ ആസ്വാദകനായിട്ടാണ്. ആസ്വാദനം ആരാധനയായി പരിണമിച്ചിട്ടുള്ള ഘട്ടങ്ങളും ഇല്ലാതില്ല. അപ്രകാരമുള്ള ഒരു കവിക്ക് പ്രപഞ്ച സൗന്ദര്യത്തിൻ്റെ നല്ല ഒരു അംശം സ്വന്തം ബാധിര്യം മൂലം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനോഭംഗം എത്ര കണ്ട് ഉത്കടമായിരിക്കണം. ആ വേദനയുടെ ഉദ്ഗളനമാണ് ബദിരവിലാപം എന്ന കാവ്യം. ആദ്യന്തം ആർദ്രീകരണ ശക്തിയുള്ള ആ കവിത ജഗദംബികയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതോടെ വള്ളത്തോളിൻ്റെ സർഗശക്തി പ്രഫുല്ലമാകുന്നു. വാൽമീകി രാമായണ തർജ്ജമയും ഗാഠവും നിരന്തരവുമായ പുരാണ പരിചയവും കൊണ്ട് പൗരാണിക സംസ്കാരം തൻ്റെ ജീവരക്തത്തിൽ ഇഴുകിച്ചേർന്നിരുന്നതിനാൽ പ്രാചീന കാലത്തെ സ്ത്രീ പുരുഷന്മാരുടെ ആശയാദർശങ്ങളും ജീവിത സംഭവങ്ങളും വിശദമായി അദ്ദേഹം പ്രതിഫലിപ്പിച്ചിരുന്നു. ഗണപതി, ശിഷ്യനും മകനും, ഒരു കത്ത്, ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്നീ കൃതികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഗണപതി, സുബ്രഹ്മണ്യൻ, പരശുരാമൻ, ശിവൻ, പാർവതി, രുക്മി, ഉഷ, അനിരുദ്ധൻ എന്നീ കഥാപാത്രങ്ങൾക്ക് മുമ്പ് പലരും എഴുതിയിട്ടുള്ള ആഖ്യാന കാവ്യങ്ങളിൽ സിദ്ധിച്ചിട്ടില്ലാത്ത ഒരു മിഴിവും ആകർഷകത്വവും കൊടുക്കാൻ വള്ളത്തോളിന് കഴിഞ്ഞു. ഗണപതിയുടെ മാതൃഭക്തിയും ഊർജ്ജസ്വലതയും, പാർവതിയുടെ പുത്രവാത്സല്യവും നിശ്ചയദാർഢ്യവും, ശിവന്റെ ശിഷ്യവാത്സല്യവും, പരശുരാമന്റെ ഗുരുഭക്തിയും അക്ഷയ തേജസ്സും, അനിരുദ്ധന്റെ പൗരുഷ അഭിമാനങ്ങളും പ്രേമവായ്പും, ഉഷയുടെ തൻ്റെടവും രാഗവൈവശ്യവും, രുക്മിയുടെ സോദരീ വാത്സല്യവും പശ്ചാത്താപവും, ഇങ്ങനെ ശ്രദ്ധേയങ്ങളായ വ്യക്തിമുദ്രകൾ നൽകി ഓരോ കഥാപാത്രത്തെയും അദ്ദേഹം ചമൽക്കരിച്ച് തന്നെ കാണിക്കുന്നുണ്ട്. സാഹിത്യമഞ്ജരികളിൽ ഉള്ള 80ഓളം കവിതകൾ 1924 മുമ്പ് രചിക്കപ്പെട്ടവയായിരുന്നു. അവയിൽ ഒട്ടുമുക്കാലും കവിയുടെ ദേശാഭിമാനത്തിൻ്റെ പ്രകാശികകളാണ്. ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും ഭൂതകാല മഹാത്മ്യത്തിൽ വേരുറച്ചിട്ടുള്ള ഒരു ഭാവമാണ് ഈ കവിതകളിലെ അടിത്തറയായി കാണേണ്ടത്. വള്ളത്തോളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര വസ്തുത മാത്രമല്ല, ഒരു വൈകാരിക സത്യം കൂടി ആയിരുന്നു. വള്ളത്തോളിൻ്റെ കവിതകൾ പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭൂതകാലത്തിൻ പ്രഭാവതന്തുക്കളാൽ ഭൂതിമത്തായൊരു ഭാവിയെ നെയ്തെടുക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. പണ്ടത്തെ മഹിമയെ അദ്ദേഹം നാൾക്ക് നാൾ മതിവരാതെ സ്വപ്നം കണ്ടിരുന്നു. ആ മോഹന സ്വപ്നങ്ങൾ ആവേശപൂർവ്വം അദ്ദേഹം കവിതകളിലൂടെ പകർത്തിക്കാട്ടി. പുരാണങ്ങളെയും ചരിത്രത്തിൻ്റെ ഏടുകളിൽ മറഞ്ഞുകിടക്കുന്ന ദേശസ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിശുദ്ധിയുടെയും ആദർശനിഷ്ഠയുടെയും കഥകൾ വള്ളത്തോൾ മധുരോദ്ധാരമായി പാടി. ശ്രീകൃഷ്ണനും ശിവജിയും ബുദ്ധനും ശങ്കരനും ഭാർഗവരാമനും സീതയും രാമദാസും എഴുത്തച്ഛനും പുരാണങ്ങളും പണ്ടത്തെ പാട്ടുകളുമെല്ലാം ആ ഗാനങ്ങൾക്ക് വിഷയീഭവിച്ചു. ഭാരതീയയുടെ എല്ലാ നന്മകളും കഴിവുകളും വീണ്ടെടുക്കാൻ മഹാപുരുഷന്മാരുടെ വീരചരിതങ്ങൾ വള്ളത്തോൾ തൻ്റെ കവിതകളിലൂടെ ആവിഷ്കരിച്ചു. സ്വാതന്ത്ര്യത്തിന് പ്രതിബന്ധങ്ങളായി നിൽക്കുന്ന ദേശീയ ദുരാചാരങ്ങളെ നശിപ്പിക്കുവാൻ വള്ളത്തോൾ നാട്ടുകാരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. ജാതിചിന്ത, മതങ്ങൾ തമ്മിലുള്ള അനൈക്യം, ഐത്തം മുതലായ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതകൾ അതിന് ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ പരിശോധിക്കുമ്പോൾ സ്വച്ഛവും പ്രസന്നവുമായ ഒരു തടാകമായിരുന്നു വള്ളത്തോളിൻ്റെ കാവ്യഹൃദയം. അവിടെ കുഞ്ഞലകൾ മന്ദമന്ദം ആടിക്കൊണ്ടിരിക്കുന്നു. ഉത്തോള തരംഗങ്ങൾ അടിച്ചുയരുന്നില്ല. കൊടുങ്കാറ്റല്ല, ഇളം തന്നലാണ് എപ്പോഴും കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ദേശാഭിമാന വിജൃംഭിതമായ ഗാനങ്ങൾ പോലും നമ്മുടെ ഉള്ളിൽ പതിയുന്നത് പൂക്കളുടെ മാർദ്ദവത്തോടു കൂടിയാണ്. ആശാൻ നമ്മെ ഇരുത്തി ചിന്തിപ്പിച്ചപ്പോൾ വള്ളത്തോൾ ഹൃദയം നിറയെ ഉന്മേഷവും ആനന്ദവും പകർന്നു. ലളിത കോമള പദാവലി, സ്വച്ഛസുഭകമായ ശയ്യ, സംഗീതഭംഗി, അർത്ഥവ്യക്തി എന്നിവ വള്ളത്തോൾ കവിതയിൽ നിരപ്പെ നമുക്ക് കാണാം. ഭാവം ചോർന്നു പോകാതെ തന്നെ വസ്തുതകൾ ഒതുക്കി പിടിച്ചു പറയാൻ ഒരു പ്രഗത്ഭനായിരുന്നു വള്ളത്തോൾ എന്നും. എഴുത്തച്ഛൻ്റെയും ചെറുശ്ശേരിയുടെയും കാലത്തിന് ശേഷം
വള്ളത്തോൾ കൃതികളിലാണ് പ്രാചീന കവികൾ ഉപയോഗിച്ച ഗാഥയും കേകയും കാകളയും ഏറ്റവും മനോഹരമായി പ്രത്യക്ഷപ്പെട്ടത്. വൃത്തവിഷയത്തിൽ മാത്രമല്ല, രചനാ സംബന്ധമായ മറ്റെല്ലാ കാര്യങ്ങളിലും ആ പൂർവ്വ കവികളുടെ ഒരു പ്രേരണ വള്ളത്തോൾ കവിതയിൽ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും. വള്ളത്തോളിൻ്റെ കവിതകളിലേക്ക് കടക്കുമ്പോൾ ബദിരവിലാപത്തോടു കൂടിയാണ് വള്ളത്തോളിൻ്റെ കാവ്യജീവിതം ശരിക്കും ആരംഭിച്ചത്. ഗതകബളിതമെൻ്റെ കർണയുഗ്മം വദനവിഭൂഷണ മാത്രമായി ചമഞ്ഞു, കഥനമിതൊഴിവാക്കുക അംബികേ നിൻ പദസരസീരുഹ ദാസനല്ലയോ ഞാൻ എന്നിങ്ങനെ സ്വന്തം അനുഭവത്തെ, ബാധിര്യത്തെ ഊഷ്മളം നിറഞ്ഞ് അവതരിപ്പിക്കാൻ, അനുവാചക ഹൃദയത്തെ തപിപ്പിക്കാനും ദ്രവിപ്പിക്കാനും ദ്രവീകരണ ശക്തിയുള്ള ഒരു കാവ്യമായി ബദിരവിലാപം മാറുകയാണുണ്ടായത്. എന്നാൽ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന ഖണ്ഡകാവ്യത്തിലാണ് വള്ളത്തോൾ കവിത വിജയക്കൊടി പാറിച്ചത്. പുരാണപ്രസിദ്ധമായ ഉഷാനിരുദ്ധം കഥയിലെ മർമ്മപ്രധാനമായ ഭാഗത്തെ തികച്ചും നാടകീയ ഭംഗിയോടെ മഹാകവി ആവിഷ്കരിച്ചു. അതിൽ ഉഷയുടെ ഉറക്കറയിൽ വെച്ച് രാജഭടന്മാരാൽ ബന്ധനസ്ഥനാക്കപ്പെട്ട അനിരുദ്ധനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിതയായി കഴിയുന്ന ഉഷയുടെ ചിത്രം വള്ളത്തോൾ വരച്ചിരിക്കുന്നത് നോക്കാം. ആലസ്യമാണ്ട മുഖം ഒട്ടുകുനിച്ച് വേർത്ത പാലസ്ഥലം മൃദു കരത്തളിർ കൊണ്ട് താങ്ങി, ചേലഞ്ചി മിന്നുമൊടു വെൺകുളിർ കൽത്തറയ്ക്ക് മേലങ്ങ് ചാരുമുഖി ചാരി ഇരുന്നിടുന്നു. എത്ര മനോഹരമായ വാങ്മയ ചിത്രമാണിത്! ഉഷയും അനിരുദ്ധനും തമ്മിൽ കാരാഗ്രഹത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന രംഗം സജീവമായും വികാര ഉത്തേജകവുമായും വള്ളത്തോളിനെ ആവിഷ്കരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ശിവന്റെ ശിഷ്യനായ പരശുരാമനും മകനായ ഗണപതിയും തമ്മിലുള്ള സംഘട്ടനവും, ശിഷ്യനെയും മകനെയും ഒന്നുപോലെ സ്നേഹിക്കുന്ന ശിവന്റെ ഹൃദയത്തിലെ സംഘട്ടനവും, പാർവതിയുടെ സ്ത്രീ സഹജമായ ആ അപത്യവാത്സല്യവുമെല്ലാം വള്ളത്തോളിൻ്റെ വിദഗ്ധമായ തൂലിക ഹൃദയസ്പൃക്കായി വർണ്ണിച്ചിട്ടുണ്ട്. ശിഷ്യനും മകനും എന്ന കൃതിയിൽ അഴിഞ്ഞു വീണ പൂങ്കുഴൽ ഇടത് കൈകൊണ്ട് ഉടക്കി ജ്വലിക്കുന്ന കണ്ണുകളോടെ ശിവനെ നോക്കി പാർവതി രോഷാകുലയായി പറയുന്ന വാക്കുകൾ ഹൃദയത്തിൽ തുളച്ചു കയറുവാൻ പോരുന്നവ തന്നെയാണ്. കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനിയും, ദിവ്യായുധം വല്ലതുമുണ്ട് ബാക്കി എന്നാൽ അതും നൽകി അനുഗ്രഹിക്കാം. ഈ വാക്കുകളിൽ വള്ളത്തോളിൻ്റെ രചനാരീതിയുടെ ആർജവം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യങ്ങളിൽ ഏറ്റവും പ്രശസ്തി ആർജിച്ചിട്ടുള്ളത് മഗ്ദലന മറിയമാണ്. ഒരു ബൈബിൾ കഥ ഇത്രമാത്രം ചേതോഹരമായി കൽപ്പനാഭംഗിയോടെ മലയാളത്തിൽ അവതരിപ്പിക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. ശീമോന്റെ പൂമേടയിൽ അത്താഴ വിരുന്നിനെത്തുന്ന ശ്രീയേശുവിൻ്റെ സന്നിധാനത്തിലേക്ക് പശ്ചാത്താപ ആർത്തയായി വന്ന് പാപവിമുക്തി നേടുന്ന അബദ്ധസഞ്ചാരിണിയായ മഗ്ദലന മറിയത്തിൻ്റെ കഥയാണ് ഇതിലെ ഇതിവൃത്തം. വള്ളത്തോളിൻ്റെ കവന കലാശില്പ ചാതുര്യത്തിൻ്റെയും ഔചിത്യബോധത്തിൻ്റെയും മികച്ച ദൃഷ്ടാന്തമായി നമുക്ക് ഈ കൃതിയെ പരിഗണിക്കാം. എത്രയെത്ര വാങ്മയ ചിത്രങ്ങളാണ് വായനക്കാരൻ്റെ ഹൃദയത്തിൽ വള്ളത്തോൾ പതിപ്പിക്കുന്നത്. യേശുക്രിസ്തു ഭക്ഷണത്തിനിരിക്കുന്ന ഒരു ചിത്രം നോക്കാം. ചമ്പക കങ്കേളി കന്താതി പുഷ്പങ്ങൾ എമ്പാടും ചിന്നിയ വന്യഭൂവിൽ അമ്പാടി തന്നിലെ ചങ്ങാതിമാരൊന്നിച്ചമ്പാളും ഗോവിന്ദനെന്ന പോലെ കാൽകൾ പിമ്പോട്ടും മടക്കി തൃപ്പൊൻ ചമൽ താഴ്കയത്തിടം കൈവിരിപ്പിലൂന്നി തെല്ലിടത്തൊട്ട് ചാഞ്ഞുണ്മാനിരിപ്പാനായി സല്ലീലൻ ഈശ്വരൻ നിത്യതൃപ്തൻ. ഈ വരികളിൽ യേശുദേവൻ്റെ ആ ചിത്രത്തെ എത്ര മനോഹരമായിട്ടാണ് വള്ളത്തോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ശകുന്തളയുടെ അച്ഛനായ വിശ്വാമിത്രൻ കാശ്യപ ആശ്രമത്തിൽ വെച്ച് ഭർത്തൃപരിത്യക്തയായ മകളെ ശകുന്തളയെ കുട്ടിയോടുകൂടി കാണുന്നതും ദുഷ്യന്തനെ ശപിക്കുവാൻ ഒരുങ്ങുന്ന അച്ഛനെ പതിവ്രതയായ മകൾ സാന്ത്വനിപ്പിക്കുന്നതും മറ്റുമാണ് അച്ഛനും മകളും എന്ന കവിതയിലെ ഇതിവൃത്തം. കോപിഷ്ഠനായ വിശ്വാമിത്രൻ മകളെ ദ്രോഹിച്ച ദുഷ്യന്തനെ ശപിക്കുവാൻ ഒരുങ്ങുന്നു. അപ്പോൾ അച്ഛനോട് മകൾ പറയുന്നു,
അച്ഛനമ്മമാർ കാലേ വിടിഞ്ഞ നിർഭാഗ്യയെ സ്വച്ഛന്തം ഉപേക്ഷിച്ചാൽ ഭർത്താവും എന്നേ വേണ്ടൂ. മകളുടെ യുക്തിയുക്തമായ വാക്കിന്റെ മുമ്പിൽ വിശ്വാമിത്രൻ പോലും നിശബ്ദനാകേണ്ടതായി വന്നു. മലയാള ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിന്റെ മികച്ച മുതൽക്കൂട്ടുകൾ തന്നെയാണ് വള്ളത്തോളിന്റെ ഈ കാവ്യ സംഭാവനകൾ എല്ലാം. കാൽപ്പനിക കവിതാലോകത്തിലെ മഹാരഥനായിട്ടാണ് മഹാകവി വള്ളത്തോൾ കേരള സാഹിത്യവേദിയിലേക്ക് പ്രവേശിച്ചത്. ലളിത കോമളകാന്ത പദാവലികൾ കോർത്തിണക്കി അനവധി സുന്ദരമായ രചനാശില്പത്തോടുകൂടി വള്ളത്തോൾ കവിത പൊട്ടിയൊഴുകിയപ്പോൾ മലയാള കവിതാലോകത്ത് പ്രസാദോജ്വലമായൊരു സുവർണ യുഗം പ്രത്യക്ഷപ്പെട്ടു. ആധുനിക കേരളത്തിന്റെ സാംസ്കാരികമായ നായകത്വം ഈ മഹാകവിയിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആത്മാവിഷ്കാര പ്രധാനമായ ബധിരവിലാപത്തോടുകൂടി വള്ളത്തോൾ കവിത ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന കൃതി അദ്ദേഹത്തിന്റെ കവി യശസ്സിനെ വർദ്ധിപ്പിക്കുകയും ദൃഢമാക്കുകയും ചെയ്തു. മഗ്നല്ല മറിയത്തിലൂടെ മഹാകവിയുടെ കവിത സാർവത്രികമായി അനുമോദിക്കപ്പെട്ടു. അച്ഛനും മകളും അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് ഒരു മണിമകുടം ചൂടി. വള്ളത്തോളിന്റെ കവി യശസ് പടർന്നു പന്തലിച്ചതും മഹാകവിയുടെ കവിതയുടെ സൗന്ദര്യവും ശില്പഭംഗിയും നിറഞ്ഞു നിന്നതും സാഹിത്യമഞ്ജരി കൃതികളിൽ തന്നെയാണ്. വിവിധ വിഷയങ്ങളെ അധികരിച്ചെഴുതിയ പ്രസ്തുത കവിതകളിലൂടെ നാം പ്രകൃതിഗായകനും ദേശസ്നേഹിയും മനുഷ്യസ്നേഹിയുമായ മഹാകവിയെയാണ് കാണുന്നത്. ക്ലാസിസവും റൊമാൻറ്റിസിസവും റിയലിസവും എല്ലാം അവിടെ സമ്മേളിക്കുന്നതായി കാണാം. പ്രപഞ്ചമേ നീ പല ദുഃഖജാലം നിറഞ്ഞതാണെങ്കിലും ഇത്രമാത്രം ചേതോഹര കാഴ്ചകൾ നിങ്കലുള്ള കാലത്തു നിൻ പേരിൽ എവൻ വെറുക്കും എന്നാണ് പ്രകൃത്യുപാസകനായ വള്ളത്തോൾ പാടിയിട്ടുള്ളത്. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് ദേശസ്നേഹിയായ മഹാകവി ഉത്ബോധിപ്പിച്ചതും നാം കണ്ടു. ഭാരതത്തിന്റെ പൗരാണിക മഹത്വം വർണ്ണിക്കുമ്പോൾ അദ്ദേഹം അഭിമാന വിജൃംഭിതനായിത്തീരുന്നു. മനുഷ്യസ്നേഹിയായ കവിയെ മാപ്പ തുടങ്ങിയ കവിതകളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ധനാഢ്യരെ ധർമ്മവഴിക്ക് നിങ്ങൾ കാണിക്ക വയ്ക്കും തനി മുത്തിനേക്കാൾ കൂലിപ്പണിക്കാർ ഇവർ തൻ വിയർപ്പ് നീർത്തുള്ളികളാണ് ഈശ്വരൻ ഏറെ ഇഷ്ടമെന്നാണ് കവി പാടിയത്. മലയാള ശബ്ദങ്ങളെ മനോഹരമായി ഉപയോഗിക്കാൻ അസാമാന്യമായ ബിരുദായിരുന്നു വള്ളത്തോളിനുണ്ടായിരുന്നത്. പ്രസന്ന മധുരമായ ഒരു കാവ്യശൈലി അദ്ദേഹം തീർത്തു. വള്ളത്തോൾ പ്രസ്ഥാനം എന്ന പേരിൽ അത് അറിയപ്പെടുകയും ചെയ്തു. ശുദ്ധ കവിത്വത്തിന്റെ പുരുഷാവതാരമായി മലയാള കവിതയിൽ വള്ളത്തോളിനെ എന്നും കാണുകയും ചെയ്യുന്നു. ലാവണ്യ മുഗ്ധമായ ഒരു കാവ്യപ്രപഞ്ചത്തിന്റെ സർവ്വാദരണീയമായ ഒരു ദൃശ്യം വള്ളത്തോളിന്റെ കവിതയിലൂടെ അനുവാച ലോകത്തെ ആഹ്ലാദിപ്പിക്കാനും കഴിഞ്ഞു. ദേശീയ കലകളുടെ സമുദ്ധാരകനായിരുന്ന വള്ളത്തോൾ അദ്ദേഹം സ്ഥാപിച്ച കലാമണ്ഡലത്തിലൂടെ കഥകളിയെയും മഹാകവി ഉദ്ധരിച്ച് വിശ്വപ്രസിദ്ധമാക്കി എന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. വള്ളത്തോളിൻ്റെ കവിതകളെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഗാന്ധിജിയുടെ വിശ്വമാനവികതയും മഹത്തായ ജീവിത ദർശനങ്ങളും വരച്ചു കാട്ടുന്ന നിരവധി സൂചനകളുള്ള കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ലോകത്ത് ജീവിച്ചിരുന്ന ആദർശ പുരുഷന്മാർ, ആത്മീയ ആചാര്യന്മാർ, തത്വചിന്തകർ എന്നിവരുടെ ജീവിത മൂല്യങ്ങൾ ഗാന്ധിജിയിൽ ഒത്തുചേർന്നിരിക്കുന്നതായി കവി സ്ഥാപിക്കുന്നു. ഗാന്ധിജി എന്ന യുഗപുരുഷനെ കുറിച്ച് മലയാളത്തിൽ രചിക്കപ്പെട്ട കവിതകളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന സൃഷ്ടിയാണ് എൻ്റെ ഗുരുനാഥൻ. വള്ളത്തോളിൻ്റെ ദേശാഭിമാനപരമായ കവിതകളെ 3 വിഭാഗമായി തിരിക്കാം. ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ പ്രകീർത്തിക്കുന്നവയാണ് ആദ്യത്തേത്. അടുത്തതാകട്ടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആദർശങ്ങളെ, അഹിംസ, സമത്വബോധം, ഐക്യം, ദീനാനുകമ്പ, സ്വാതന്ത്ര്യം എന്നിവയെ വാഴ്ത്തുന്നു. മൂന്നാമത്തേത് സ്വാതന്ത്ര്യ സമര സേനാനികളെയും രക്തസാക്ഷികളെയും കുറിച്ചുള്ളതാണ്. ഇതിൽ അവസാനത്തെ വിഭാഗത്തിൽപ്പെടുന്ന കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയെ വള്ളത്തോൾ തൻ്റെ ഗുരുനാഥനായി അംഗീകരിക്കുകയും ആ വ്യക്തിത്വ സവിശേഷതകൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. ഈ കവിതയെ ഭാവാത്മകമാക്കുന്ന ഘടകങ്ങളാണ് ഗാന്ധിജിയോടുള്ള കവിയുടെ ആദരവും ആരാധനയും.
എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പ്രസ്താവിച്ച മഹാത്മാവിനെ മഹത്തായ എല്ലാ ആദർശങ്ങളുടെയും ആൾരൂപമായിട്ടാണ് വള്ളത്തോൾ കണ്ടത്. ആമുഖമൊന്നും കൂടാതെ ഗാന്ധിജിയുടെ വ്യക്തിത്വ മഹിമകൾ വർണ്ണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. ലോകമേ തറവാടു തനിക്ക് ചെടികളും പുലുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് തുടങ്ങുന്ന വള്ളത്തോളിൻ്റെ ഈ മനോഹരമായ കാവ്യം ഗാന്ധിജിയുടെ വാങ്മയ ചിത്രത്തെ എത്ര മനോഹരമായി ആവിഷ്കരിക്കുന്നു. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി, യോഗവിത്തേവം ജയിക്കുന്നതൻ ഗുരുനാഥൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കവിതയിൽ ഒരു ഭാഗത്തും ഗാന്ധിജിയുടെ പേര് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. ലളിതവും കർമ്മനിരതവും ആദർശാത്മകവുമായ ഒരു ജീവിതചര്യയുടെ വിശദാംശങ്ങളിൽ നിന്ന് ഗാന്ധിജിയുടെ വ്യക്തിസ്വരൂപം പെട്ടെന്ന് തിരിച്ചറിയാവുന്ന വിധം തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രതിഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന ഗാന്ധിജി സുഖഭോഗങ്ങളുടെ നേരെ ഒരുതരം നിസ്സംഗതയാണ് പുലർത്തുന്നത്. ഏതു സാഹചര്യത്തിലും പ്രതികൂല പരിസ്ഥിതികളിൽ പോലും കർമ്മനിരതനാവാൻ അദ്ദേഹത്തിന് ഒരു വിഷമവുമില്ല. ഏറ്റവും ചുരുങ്ങിയ സൗകര്യങ്ങളിൽ അദ്ദേഹം സംതൃപ്തനാകുന്നു. ആർഷ സംസ്കാര പാരമ്പര്യത്തിലെ ഒരു മഹായോഗിയുടെ പ്രതീതിയാണ് ഈ മഹാത്മാവിൻ്റെ സാന്നിധ്യം നമ്മിൽ ഉണർത്തുന്നതെന്ന് എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലൂടെ വള്ളത്തോൾ വിളംബരം ചെയ്യുന്നു. ത്യാഗം നേട്ടമായും താഴ്മ അഭ്യുന്നതിയായും കാണുന്ന ഈ യോഗീവര്യൻ ദുർജന്തുക്കളില്ലാത്ത ദുർലഭമായ തീർത്ഥമാണ്. കരിമഷി പുരളാത്ത മംഗളദീപമാണ്. പാമ്പുകൾ തീണ്ടാത്ത മാണിക്യനിധിയും നിഴലുകളില്ലാത്ത നിലാവുമാണ് അദ്ദേഹം. ഏതു നന്മയിലും ചില പരിമിതികൾ കണ്ടേക്കാം. മഹാത്മാഗാന്ധിയിലാകട്ടെ നന്മ മാത്രമേ ഉള്ളൂ. അഹിംസയുടെ പടച്ചട്ട ഭേദിക്കാൻ ഒരായുധത്തിനും സാധ്യമല്ല എന്ന് ഗാന്ധിജി പ്രബോധിപ്പിച്ചതായി വള്ളത്തോൾ ആവിഷ്കരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പവിത്രമായ വാക്കുകളിൽ വിമോചനത്തിൻ്റെ കാൽത്തളക്കിലുക്കം കവി നമുക്ക് കാണിച്ചു തരുന്നു. ആ മഹാത്മാവിൻ്റെ ജീവിതചര്യയെയും സന്ദേശത്തെയും ഭംഗ്യന്തരേണ കവി വിവരിക്കുന്നു. ആ വ്യക്തിത്വത്തിൻ്റെ അവികലമായ പൂർണ്ണത നമുക്ക് വള്ളത്തോളിൻ്റെ ഈ കവിതയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗാന്ധിജിയെ വിശേഷിപ്പിക്കുന്ന വരികളിലൂടെ പോകുമ്പോൾ, ശസ്ത്രമെന്നിയെ ധർമ്മയുദ്ധം നടത്തുന്നവൻ, പുസ്തകം കൂടാതെ പുണ്യമായി അധ്യാപനം പുലർത്തുന്നവൻ, ഔഷധം കൂടാതെ രോഗം ശമിപ്പിപ്പവൻ, ഹിംസാദോഷമെന്നിയെ യജ്ഞം ചെയ്വവൻ എന്നാചാര്യൻ. ശാശ്വതം അഹിംസയാണ് മഹാത്മാവിൻ വ്രതം, ശാന്തിയാണ് അവിടേക്കു പരദേവത പണ്ടേ. ഓതുമാറുണ്ട് അദ്ദേഹം അഹിംസ മണിച്ചട്ട, ഏതുടവാളിൻ കൊടുവായ്ത്തലമടക്കാത്തു. ഗാന്ധിജിയിൽ സമ്മേളിക്കുന്ന ഗുണങ്ങളെ വള്ളത്തോൾ ആവിഷ്കരിക്കുന്നത് ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാർ എൻ ഗുരുവിൻ നികടത്തിൽ, അല്ലായെങ്കിൽ അവിടത്തെ ചരിത്രം വായിക്കുവിനെന്നാണ്. തീർച്ചയായും ഗാന്ധിജി എന്ന ആ വലിയ ചിത്രത്തെ നമ്മുടെ മനസ്സിലേക്ക് സൃഷ്ടിക്കാൻ വള്ളത്തോളിൻ്റെ തൂലികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കവിതയിൽ പറയുന്നത് പോലെ, ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാതപമുണ്ടായി വരൂ. വള്ളത്തോളിൻ്റെ കാവ്യങ്ങൾ ഓരോന്നും മനുഷ്യ മനസ്സുകളിൽ തീർച്ചയായും ഒരു ഭാവുകത്വത്തെ സൃഷ്ടിക്കുന്നത് തന്നെയാണ്. മലയാള കാവ്യലോകത്തിന് ഏറെ സംഭാവനകൾ നൽകിയ ഈ ശബ്ദസുന്ദരനായിരുന്ന വള്ളത്തോൾ നാരായണ മേനോൻ എന്ന ഈ വലിയ കവി 1958 മാർച്ച് 13 നമ്മോട് വിട പറഞ്ഞപ്പോൾ മലയാളത്തിന് സമ്മാനിച്ചത് മനോഹരമായ കാവ്യ ചിത്രങ്ങൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് ജന്മം കൊണ്ട ആ കാവ്യസൂനങ്ങൾ എന്നും സൗന്ദര്യാത്മകതയുടെ വലിയൊരു സന്ദേശമായി തന്നെ ഇവിടുത്തെ സഹൃദയ ലോകത്തിൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. വള്ളത്തോളിൻ്റെ ആ കാവ്യ സംഭാവനകളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. മഹാകവി വള്ളത്തോളിൻ്റെ പ്രശസ്തമായ കവിത എൻ്റെ ഗുരുനാഥൻ. ആലാപനം സിജിൽ കൊടുങ്ങല്ലൂർ. ലോകമേ
തറവാടു തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി, യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. താരകാമണിമാല ചാർത്തിയാലതും കൊള്ളാം, കാറണിച്ചളി നീളെ പുരണ്ടാലതും കൊള്ളാം. ഇല്ലിഹ സംഘം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായ സവണ്ണമെൻ ഗുരുനാഥൻ. ശസ്ത്രമെന്നിയേ ധർമ്മസങ്കരം നടത്തുന്നോൻ, പുസ്തകമെന്നേ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ, ഔഷധമെന്നേ രോഗം ശമിപ്പിപ്പവൻ, ഹിംസാദോഷമെന്നിയേ യജ്ഞം ചെയ്വവനൻ ആചാര്യൻ. ശാശ്വതമഹിംസയാണം മഹാത്മാവിൻ വ്രതം, ശാന്തിയാണവിടേക്കു പരദേവത പണ്ടേ. ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ടയേതുടവാളിൻ കൊടുവായ്ത്തലമടക്കാത്തു. ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ടയേതുടവാളിൻ കൊടുവായ്ത്തലമടക്കാത്തു. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും, ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും, രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും, മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ. അല്ലാകിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഹാ തത്ര ഭവൽപാദമൊരിക്കൽ ദർശിച്ചെന്നാൽ, കാതരനതിധീരൻ കർക്കശൻ കൃപാവശൻ, പിശുക്കൻ പ്രധാനോൽക്കൻ പിശുനൻ, സുവചനനശുദ്ധൻ പരിശുദ്ധനലസൻ സദായാസൻ. ഗീതയ്ക്കുമാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഗീതയ്ക്കുമാതാവായ ഭൂമിയെ ദൃഢമിതു മാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഹിമവൽ വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ, ശമമേ ശീലിച്ചെഴുമിത്തരം സിംഹത്തിനെ. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. നമസ്തേ ഗദധർഷ, നമസ്തേ ദുരാർധഷ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗദ്ഗുരോ,
നമസ്തേ ജഗദ്ഗുരോ.